ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും? നല്ലൊരു മഴ കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചേ ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന്. ഇന്നിപ്പോൾ പച്ചരി എടുത്തും കൊണ്ടാണ് കേട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. ചിക്കനൊക്കെ ആദ്യം തന്നെ കഴുകി മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്നു. ഞാൻ ഈ ഉണ്ടാക്കാൻ പോണ സിമ്പിൾ ബിരിയാണിക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. ഇനി എടുക്കണ ഇൻഗ്രീഡിയൻസിന് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയും വേണ്ട കേട്ടോ. ഒരു 3-4 സവോള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 5 പച്ചമുളകും ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 2-3 കഷ്ണം ഇഞ്ചിയാണ്. 4 ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെക്കാനും ചിക്കനിൽ ഒഴിക്കാനും കൂടെ 9 ഗ്ലാസ് 8 ഗ്ലാസ് എടുക്കുന്നിടത്ത് 9 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനിത് ഗ്യാസിൻ്റെ തൊട്ടടുത്ത അടുപ്പിൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വലിയൊരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനത് ഈ ഒരു കുപ്പി നെയ്യ് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഉള്ളിയും തക്കാളിയും ഒന്ന് വാടാനും അതുപോലെ തന്നെ റൈസിൽ ഒഴിക്കാനും ഈ ഒരു നെയ്യ് ധാരാളമായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു 2-3 സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ നെയ്യും ഓയിലും നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായി ചതച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അടിച്ച് വടിച്ച് തുടച്ചിട്ട് കൊടുക്കുന്നുണ്ടേ. അത് പാത്രത്തിൻ്റെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ ഏലക്കായ, പട്ട, ഗ്രാമ്പു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണല്ലേ. നമ്മുടെ വീടിനേക്കാൾ മണം അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ ആവേ. ഈ ഒരു മണം അടിച്ചാൽ തന്നെ ചെക്കന്മാർ വന്ന് ചോദിക്കൂട്ടാ, എന്താ അമ്മ സ്പെഷ്യൽ ചിക്കൻ വെക്കണുണ്ടോ, ബിരിയാണി ഉണ്ടാക്കണുണ്ടോ എന്നൊക്കെ ചോദിക്കൂട്ടാ. ഇന്നിപ്പോൾ ചോദിക്കാൻ ആരുമില്ല. അച്ഛനും മക്കളൊക്കെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ വരുമ്പോഴേക്കും ഞാൻ വേഗം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സവോള നീളത്തിൽ എരിഞ്ഞതും പച്ചമുളക് എരിഞ്ഞതും അതുപോലെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി കൂടിയാണ് കേട്ടോ. വെളുത്തുള്ളി ചതയ്ക്കാതെ വെറുതെ ഇട്ട് കൊടുക്കുകയാണ്. ബിരിയാണിയിലേക്ക് കോമ്പിനേഷൻ നാരങ്ങാച്ചാറാണല്ലേ. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് നാരങ്ങാച്ചാർ ഇരിക്കുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. അത് നമ്മളെ വീടിൻ്റെ വാർപ്പിൻ്റെ സമയത്ത് അങ്ങോട്ട് വാങ്ങിയതായിരുന്നു. പിന്നെ അങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിലും ഞാൻ നാരങ്ങാച്ചാറൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ അല്പം സുറുക്കി ഒഴിച്ച് കടുകൊക്കെ വറുത്തിടും കേട്ടോ. വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുകയും പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊന്ന് ഉള്ളി ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ തക്കാളി എരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. നന്നായി ഇളക്കി കൊടുത്തേ. ഉള്ളിയും തക്കാളിയും ചെറുതായിട്ട് ഒന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ പൊടികൾ ഇട്ട് കൊടുത്തു കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, ചിക്കൻ മസാല, എല്ലാ പൊടികളും ഒരുപാടൊന്നും വേണ്ട കേട്ടോ. മല്ലിപ്പൊടി ഒന്നും ഒട്ടും ഏറണ്ട. 1 സ്പൂൺ 1.5 സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മുളക് പൊടി ഞാനൊരു നുള്ളന്നെ ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ. ഇവിടെ എരിവൊന്നും അത്ര ആർക്കും ഇഷ്ടമല്ല, എനിക്ക് മാത്രമേ എരിവ് ഇഷ്ടമുള്ളൂ കേട്ടോ. പിന്നെ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കണതാണ്. പിന്നെ പൊടികളുടെയൊക്കെ പച്ചമണം വിടുന്നത് വരെ ഞാൻ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനെടുത്തിരിക്കണ ഈ പാത്രമാണ് വെച്ചാൽ പെട്ടെന്ന് അടുക്കി പിടിക്കുകയും ചെയ്യും. പിന്നെ ഇട്ട് കൊടുക്കണത് നമ്മളെ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ തേച്ച് വെച്ചിരിക്കണ ചിക്കനാണ് കേട്ടോ. ചിക്കനും അതെ കേട്ടോ, കൈ വിടാതെ ഒരു 1-2 മിനിറ്റൊക്കെ നന്നായി ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഞാനവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന്ന് ഒരു ഗ്ലാസ് മുക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുണ്ട് അല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എന്ത് സംഭവം ഉണ്ടാക്കുകയാണെങ്കിലും നല്ല മഞ്ഞ കളറിൽ നിൽക്കണം കേട്ടോ. എന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി അങ്ങനെ കോരിയിടൊന്നുമില്ല കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചാലില്ലെങ്കിലും ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങാനുണ്ട് കേട്ടോ. ചിക്കന് ഏകദേശം ഒരു 60% വേവാവണ വരെ ഞാനിങ്ങനെ ഇതിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തു കേട്ടോ. ഒപ്പം മറ്റേ അടുപ്പത്ത് ഞാൻ സവോളയും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഇരുന്നായിരുന്നു. അതൊക്കെ ഒന്ന് വറുത്തെടുത്തു കേട്ടോ. സംഭവം ഇവിടെ അടിപൊളിയായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാൻ വറുക്കണത് വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടാ. ചിക്കൻ പകുതിയിലധികം വേവായപ്പോൾ ഞാൻ അളന്ന് തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ നെയ്യ് ബാക്കി ഇരുന്നേറുന്ന നെയ്യിൽ നിന്ന് 2 സ്പൂൺ നെയ്യും അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഡാൽഡ ഉണ്ടായിരുന്നു. ഡാൽഡ ഞാൻ ഫ്രിഡ്ജിലായിട്ട് കൊണ്ടുവച്ചായിരുന്നത്. ഇരുന്ന സംഭവം നല്ല കട്ടയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കത്തി കൊണ്ട് മുറിച്ചിട്ട് ഒരു 3-4 കഷ്ണം അതിലേക്ക് കൊട്ടി കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം തിളച്ചപ്പോൾ നമ്മളെ കഴുകി വെച്ചേർന്ന അരി അതിലേക്ക് എടുത്തിട്ടു കേട്ടോ. തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വയറ് കാലിയായിട്ടായിട്ട് നിൽക്കണ വെച്ചാൽ പറയും വേണ്ടല്ലോ. ഒരു 10 മിനിറ്റിനുള്ളിൽ സാധനം സെറ്റായിട്ടോ. ഞാനെന്നാലും ഇളക്കി കൊടുത്തേ. അപ്പോഴേക്കും നമ്മളെ മുടി വെട്ടാൻ പോയവർ വന്നായിരുന്നു കേട്ടോ.
പിന്നെ അവരെന്താ കൊണ്ടുവന്നതെന്ന് ഞാൻ നോക്കിയതായിരുന്നു. അപ്പോൾ അവർ നല്ല ചിക്കൻ പക്കോടൊക്കെ ആയിരുന്നു കേട്ടോ വാങ്ങിക്കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ അത് ഉള്ളി വാട്ടിയതും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വാട്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള വാട്ടുമ്പോഴേ ഞാനൊരു സ്പൂൺ പഞ്ചസാര കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഉള്ളത് ഇളക്കലാണ് കേട്ടോ. കഷ്ണമൊന്നും ഉടയാതെ ഉള്ളി അണ്ടിപ്പരിപ്പൊക്കെ എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ചെക്കന്മാരുടെ കുളിയും കൂടി കഴിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അവർ മൂന്നാളും കുളിച്ച് വരുമ്പോഴേക്കും ഞാൻ ഒരു സലാഡ് കൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഭക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പൊ കഴിക്കാനുള്ളത് ചെറിയൊരു പാത്രത്തിലേക്ക് ആക്കി എടുത്തു കേട്ടോ. അപ്പോഴേക്കും അവര് മൂന്നാളും കുളിച്ച് വരികയും ചെയ്തു കേട്ടോ. എന്തൊരു സംഭവം ഉണ്ടാക്കി കയ്യിൽ കൊടുത്താൽ മതി കേട്ടോ. ഞങ്ങൾക്ക് മൂന്നാൾക്കും വിളമ്പി തരണ പണിയൊക്കെ ഏട്ടനാണ്. അങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ കഴിക്കണത്. TV ഒക്കെ വെച്ചിട്ടുണ്ട്. ഏതോ അവരുടെ ഇഷ്ടപ്പെട്ട ഏതൊരു കാർട്ടൂണാണ് വെച്ചിരിക്കണത്. ഞങ്ങളെ ഗതികേടോണ്ടിരുന്ന് കാണാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് നാലാൾക്കും ബിരിയാണി അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.